ഫ്രണ്ട്സ്, വെൽക്കം ടു നാവിൻ രുചി. ഇപ്പോൾ വിഷു, ഈസ്റ്ററും റംദാനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു വിഷു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നേന്ത്രപ്പഴ പുളിശ്ശേരി. ഒട്ടുമിക്ക സദ്യയിലും ഉണ്ടാകുന്ന ഒരു പുളിശ്ശേരിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അതും നേന്ത്രപ്പഴം വെച്ചൊരു നേന്ത്രപ്പഴ പുളിശ്ശേരി. അപ്പോൾ അത് വളരെ എളുപ്പത്തിലും വളരെ രുചിയിലും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 2 പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 പച്ചമുളക് കീറിയതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഇത് വേകാൻ ഒരു 5 മിനിറ്റ് ഒക്കെ മതിയാകും. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സി ജാറിൽ 1/2 കപ്പ് ചിരകിയ തേങ്ങയും 5 ചെറിയുള്ളിയും 4 വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ജീരകം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് പഴം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ പഴത്തിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളുടെ അരപ്പ് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ തൈര് ഒന്ന് ചെറുതായി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ട താളിപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു ചട്ടി ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 8 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും 4 വറ്റൽമുളക് കിള്ളിയതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് താളിപ്പ് കറിയിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്താൽ നല്ല കിടിലം രുചിയിൽ വിഷു സദ്യയിലെ നേന്ത്രപ്പഴ പുളിശ്ശേരി തയ്യാർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.